ഞങ്ങളുടെ 2 ദിവസത്തെ തബൂക്ക് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സൗദി അറേബ്യയിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അപ്പം നമ്മുടെ ജേണിയുടെ ഭാഗം, അതായത് തബൂക്കിൽ നിന്ന് നമ്മൾ റിയാദിലേക്ക് പോകുന്ന വഴിയിൽ അല്ലുല എന്ന പ്രദേശം കണ്ടു. അപ്പോൾ നമ്മൾ എന്തായാലും അല്ലുലയിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾക്കറിയാം, വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അല്ലുല. അതുപോലെ സൗദി അറേബ്യ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഈ തബൂക്കിൽ നിന്ന് റിയാദിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 300 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലേക്കൊരു റോഡുണ്ട്. ആ റോഡ് വഴി അല്ലുലയിലേക്ക് പോയാൽ ഒരു 110 കിലോമീറ്ററാണ്. ഇപ്പം ഞാനൊരു 80 കിലോമീറ്ററുള്ള ഭാഗത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിൽ നിർത്തിയതാണ്. കുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റോഡിൽ നിർത്തിയാണ്. അപ്പോൾ ഒരു ബാക്കിൽ കാണുന്ന സൈൻ ബോർഡ് കണ്ടില്ലേ, ഇത് അല്ലുലയിലേക്കുള്ള സൈൻ ബോർഡാണ്. ഇനി 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അല്ലുലയിൽ അതിഭയങ്കരമായ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ്. മുഹമ്മദ് ഇദ്രിസ് നബിയുടെ സ്ഥലമാണ് അല്ലുല. അപ്പോൾ അവിടെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. എന്തായാലും നമുക്ക് അല്ലുലയിലേക്ക് പോവാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വെറും മരുഭൂമിയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല കേട്ടോ. നല്ല വെയിലുണ്ട്, അതുപോലെ പൊടിക്കാറ്റും അടിക്കുന്നുണ്ട്. അയ്യോ, അതിഭയങ്കരമായ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. വാഹനങ്ങളൊന്നും ഈ റോഡ് വഴി അങ്ങനെ വലുതായിട്ടില്ല. ഇതൊരു സിംഗിൾ റോഡാണ്, 2 വേ. മരുഭൂമിയാണ്. അതേ നിങ്ങൾ കാണുന്നില്ല, ഫുള്ള് മരുഭൂമി. നമ്മളെ വാഹനം മാത്രമുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. അല്ലുലയിൽ പോയിട്ട് അല്ലുലയിൽ കാഴ്ചകൾ കാണാം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ യാത്രാമധ്യയിൽ കുറച്ച് 5-10 ഒട്ടകങ്ങളുണ്ട്. കുറേ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ വണ്ടി നിർത്തിയതോടുകൂടി അങ്ങനൊക്കെ നടന്ന് വരുന്ന കുറേ എണ്ണം. ചെറിയ കുഞ്ഞുങ്ങളും വലുതും ഒക്കെ ഉണ്ട്. ഈ മരുഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല. ഇവിടെ എങ്ങും ഒരു മനുഷ്യനോ ഒന്നും കാണുന്നില്ല. ഇതിനെ മേയ്ക്കുന്ന ആളിനൊന്നും കാണുന്നില്ല. ഇത് പിന്നെ എങ്ങനെ വന്നു എന്ന് ഒരു പിടുത്തവും ഇല്ല ഇവിടെ. ആര് കൊണ്ടുവിട്ടതാണോ, ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയില്ല. പകൽ സമയമാണ്. റോഡ് ക്രോസ് ചെയ്ത് വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാക്കി വയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നട റോഡിലേക്ക് കയറി വരുന്ന സാധനം. റോഡിലേക്ക് കയറി വരുന്നത് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ആരുമില്ല, ഇതിനൊന്നും ആരും നോക്കാനുള്ള ആൾക്കാരൊന്നുമില്ല. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇത് തബൂക്കിൽ നിന്ന് റിയാദിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സിറ്റിയാണ്. തൈമ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ചെറിയ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഗ്രാമപ്രദേശം. അപ്പോൾ ഇതെല്ലാം ഹൈവേ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്തതന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാണിക്കാം. ഒരു പാർക്ക് പോലെ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. നല്ല പാർക്കൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മരുഭൂമിയാണ്, തീർത്തും മരുഭൂമിയാണ്. ഒന്നുമില്ല. എന്തായാലും പാർക്കൊക്കെ നല്ല കളർഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. ആ കാണുന്ന ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഗ്രാമം ഉണ്ട്. ആ കാണുന്നത് ഒരു ഗ്രാമമാണ് കേട്ടോ. ഈ കാണുന്നത് ഇങ്ങനെ ഒരു റോഡ്, അല്ലാതെ വേറൊന്നുമില്ല. ജസ്റ്റ് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല ഇവിടെ. ബാക്കി മൊത്തം മരുഭൂമിയാണ്, അന്തമില്ലാത്ത മരുഭൂമി. ഓക്കെ, ഇതാണ് തൈമ എന്ന് പറയുന്ന സിറ്റി കേട്ടോ. റിയാദിലേക്ക് പോകുന്ന വഴിയിലുള്ള തൈമ എന്ന് പറയുന്ന സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് 1100 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ റിയാദിലേക്ക്. ജസ്റ്റ് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ.
ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം, സിറ്റി എന്ന് പറയാനൊന്നുമില്ല. നല്ല അവർ ഡെവലപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കണക്കിന്. ഇത് അൽ ഉലയിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, പാറയുടെ ഷേപ്പൊക്കെ ഉണ്ടോ. ഇവിടെ എല്ലാം കടൽ ഇറങ്ങിപ്പോയി പാറകൾ ഇങ്ങനെ ബാലൻസ് ആയതാണ്. ഇതെല്ലാം കടൽ ഇറങ്ങിപ്പോയി കരയായതാണ് ഈ സ്ഥലം കണ്ടോ. ഇതൊരു ഭയങ്കര സീനറിയാണിത്. ഓക്കെ, പാറ 4 സൈഡിലും, ഞാൻ നിൽക്കുന്നതിൻ്റെ 4 സൈഡിലും പാറയാണ്. ഈ പാറകളെല്ലാം ഇങ്ങനെ എന്തോ ഒരു ഷേപ്പിൽ കൊത്തിവെച്ച മാതിരിയുണ്ട്. അടിപൊളിയാണ് കാണാൻ. ഇത് തന്നെയാണ് സൗദി അറേബ്യയിലെ ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാറകൾ ഇങ്ങനെ ഭയങ്കര ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറാണ്. ഇതാണ് അൽ ഉലയിലെ ഉൾഗ്രാമങ്ങളാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ മരുഭൂമിയിൽ നിന്ന് ഇനി നേരെ കടലിൻ്റെ ലെവലിലേക്കാണ് പോകുന്നത്. സീ ലെവലിലേക്കാണ് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ആകാശവും കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ ഇപ്പം അങ്ങനെ വന്നാലേ കാണാൻ രസമുള്ളൂ. ആകാശവും മലകളും കിട്ടണം. നമുക്ക് സൂം ഒന്നും ചെയ്യേണ്ട, നീ അതെങ്ങനെ എടുത്താൽ മാത്രം മതി. ഇനി ഫ്രണ്ട് എടുക്കും. മതി മതി. പൊന്നു റൂമിൽ പോയിട്ട് വൈകുന്നേരത്ത് കാണാൻ പറ്റൂ. ബാറ്ററി കളയല്ലേ പൊന്നു, വൈകുന്നേരത്ത് റൂമിൽ പോയിട്ട് കാണാം. അങ്ങനെ പിടിച്ച സൈഡും കൂടെ കിടക്കാം, ഇടയ്ക്കിടയ്ക്ക് സൈഡ്. അതൊക്കെ ഇങ്ങനെ എടുക്കും. കറക്റ്റ് പോസ്റ്റ് ബാക്കിൽ നിന്ന് ഇത്തിരി ഇറങ്ങിപ്പിടി ഇരിക്കുകയില്ല, കിടന്ന് ഉറക്കമല്ലേ ഇരുത്തിയാണ്. എടുത്തു വെച്ചിരുന്ന കുറച്ച് നല്ല ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം, ബാക്കി കളയാം. മതി 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 കട്ടി മതി. ഈ അൽ ഉലയിലേക്ക് പോകുന്ന ഭാഗത്തെ പാറകളുടെ ഷേപ്പ് ഉണ്ട്, ഭയങ്കര സെറ്റപ്പ് തന്നെയാണ്. പല രീതിയിലുള്ള പാറകളാണ്. അവിടെയൊക്കെ നോക്കി ആ കാണുന്ന പാറയൊക്കെ ഒരു ജാതി എന്താ പറയുക, കിരീട ഷേപ്പിലേക്ക് ഇരിക്കുന്നു പാറ കണ്ടോ. 4 സൈഡിലും പാറയാണ്. ചരിത്രങ്ങൾ പറയുന്നത് ഇതെല്ലാം കടൽ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. സത്യമായിരിക്കും കേട്ടോ, കടലിൽ ഇറങ്ങിപ്പോയ പാറകളായിരിക്കും, അല്ലാതെ പാറ ഇങ്ങനെ രൂപപ്പെടാറില്ലല്ലോ. ഈ കടലിൽ വെള്ളം ഇറങ്ങിപ്പോയപ്പോഴായിരിക്കും ഈ പാറ ഇങ്ങനെ രൂപമായത്, ഇതേ രൂപത്തിലായത്. ഇതൊക്കെ പല ഷേപ്പിലുള്ള അടിപൊളി പാറകളാണ്. ഇത് പാറ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേകതരം മണ്ണും പാറയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് കേട്ടോ. ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്നത് പോലെ കാണും, പക്ഷേ നമ്മളിത് പൊട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. നമ്മുടെ ജുബൈലിലോ ദമാമിലോ ഒന്നും ഈ ഇങ്ങനത്തെ ഒരു ഷേപ്പും ഇല്ല കേട്ടോ. അവിടെ എല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ്, അതുകൊണ്ടാണ്
അവിടെയൊന്നും അങ്ങനെ ഒന്നും കാണാത്തത്. കാണിക്കുക ഇങ്ങനെ കറക്കുക. അപ്പം ആകാശം കിട്ടത്ത കയ്യിലോ. വേണ്ട, ഇങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് വന്നു. അത് തീർച്ചയായും ഗണപതി ഇതാവുമായിരുന്നു. ഇതേമാതിരി ഒരു ആ തുമ്പക്കയുടെ ആ ഒരു ഇതുപോലെ ആ മിഡിൽ പാട്ട് വരും. അല്ലൂല സിറ്റിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ താഴെ കാണുന്നതാണ് അല്ലൂല സിറ്റി. കാണുന്നുണ്ട്. വളരെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. കുത്തനെയുള്ള ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി താഴേക്ക് പോകുന്നതാണ് അല്ലൂല സിറ്റി കേട്ടോ. കുറേ ഉണ്ട് ഇറങ്ങാൻ താഴേക്ക്. എന്തായാലും നമുക്ക് താഴേക്ക് പോകാം. കണ്ടല്ലോ, ഇവിടുത്തെയും മലകളൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ സീ ലെവലിലേക്കാണ് നമ്മൾ ഇനി ഇറങ്ങി പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല ഗ്രീനറി ഉണ്ട്. താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാഹനം കയറി വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇതാണ് നമ്മൾ അല്ലൂല സിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതെല്ലാം ഈ പാറക്കെട്ടുകളും പിന്നെ ഈന്തപ്പനത്തോട്ടങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. പല രീതിയിലുള്ള പാറകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അതിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള കുറേ സീനുകൾ നമുക്ക് കാണാം. നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയേ, ഇവിടെ 4 സൈഡിലും കാണുന്നത് പല ഷേപ്പിലുള്ള പാറകളാണ് കേട്ടോ. പക്ഷേ ഇവിടെയും ക്യാമറയ്ക്ക് കുറവൊന്നുമില്ല. എവിടെ നോക്കിയാലും ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഇല്ലാതില്ല. പാറകളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച മാതിരി ഇരിക്കുകയാണ്. നോക്കിയേ, കേട്ടോ. ഇതൊക്കെ ശരിക്കും പല ഷേപ്പിലുള്ള അടിപൊളിയാണ് സീൻസ്. എന്താണ് അതിൻ്റെ ബാക്കിൽ കാണുന്ന പാറ? നോക്കിയേ, വാവ്, സൂപ്പർ സീൻ. ശരിക്കും ഇത് വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ശരിക്കും വന്നത്. ഇങ്ങനെ നമുക്ക് ഇവിടെ എല്ലാം കാണാം കേട്ടോ. ഇങ്ങനെ പോയി ഇനി കടൽ തീരത്തേക്ക് എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ആയിരിക്കണം. കടൽ തീരത്തേക്ക് എത്തിയാൽ മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ.